Welcome to Classical Mechanics class. Today this is class number CM13, Calculus Variations for MSc Physics, Semester 1. MSc Physics is Semester 1 class on Classical Mechanics, and this is class number CM13, Calculus of Variations. Calculus of Variations. What is Calculus of Variations? You see, calculus of variations. The calculus of variations is a fascinating and powerful branch of mathematics that deals with finding functions that optimize certain quantities called functionals. Look, the calculus of variations is a fascinating and powerful branch of mathematics that deals with finding functions that optimize. Optimize means either maximize or minimize the maximum or minimum condition. Finding functions that maximize, that optimize certain quantities called functions. ഫങ്ഷൻസ് മാക്സിമം ആകുക അല്ലെങ്കിൽ മിനിമം ആകുക, അതിന് എക്സ്ട്രീം ആകുക, ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഈ കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ്. ഇറ്റ് ഈസ് എ ജനറലൈസേഷൻ ഓഫ്, അതൊരു സാമാന്യവൽക്കരണമാണ്. ഇറ്റ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഓർഡിനറി കാൽക്കുലസ് where instead of finding maxima or minima of a function of a single variable or several variables, we are looking for the best function out of infinite set of possibilities. So, in calculus of variation, what we see is instead of finding maxima or minima of a function of a single variable or several variables, അപ്പോൾ ഒരു സിംഗിൾ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനകത്ത് ഒറ്റ വേരിയബിൾ വരാം അല്ലെങ്കിൽ സെവറൽ വേരിയബിൾ വരാം. അപ്പം അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുന്നതിന് പകരം വി ആർ ലുക്കിംഗ് ഫോർ ദി ബെസ്റ്റ് ഫോം ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. അപ്പോൾ ഒരു പ്രത്യേക ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം മാക്സിമം മിനിമം ഒരു സിംഗിൾ ഫംഗ്ഷനിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ അതിന് പറ്റാവുന്ന പോസിബിലിറ്റീസിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നതാണ് ഈ കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ്. ഇനി കാൽക്കുലസ് ഓഫ് വേരിയേഷൻ വേർ ഇൻസ്റ്റെഡ് ഓഫ് finding maxima or minima of a function of a single variable or several variables, we are looking for the best function out of an infinite set of possibilities. Now we can see what is functional. There is a difference between functional and functional. ഈ ഫംഗ്ഷനും ഫങ്ഷണലും തമ്മിൽ, ഫംഗ്ഷനും ഫങ്ഷണൽ അവ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇസ് എ ഫങ്ഷണൽ, വാട്ട് ഇസ് എ ഫങ്ഷൻ എന്നല്ല, വാട്ട് ഇസ് എ ഫങ്ഷണൽ. ഇപ്പോൾ എഫ് എക്സ് ഈസ് ഈക്വൽ സ്ക്വയർ ഫങ്ഷൻ നമുക്കറിയാം. എന്നാൽ ഫങ്ഷണൽ എന്താണെന്ന് നമുക്ക് കാണാം. ഈ ഫങ്ഷണൽ കണ്ടുപിടിക്കുന്നതാണ് കാൽക്കുലസ് ഓഫ് വേരിയേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വാട്ട് ഈസ് ഫങ്ഷണൽ? In ordinary calculus, a function takes a number of or a set of numbers as input and returns a single number as output. You look, in ordinary calculus, a function takes a number or a set of numbers as input and returns a single number as output. For example, fx is equal to square is a function that takes a number x and returns എക്സ് സ്ക്വയർ. ഇപ്പോൾ എഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നൊരു ഫംഗ്ഷനാണ്. എക്സ് നമുക്ക് ഏത് വാല്യൂ ഇടാം, 1 ഇടാം, 2 ഇടാം, 3 ഇടാം. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ നമുക്ക് തരും. അതാണ് ഫംഗ്ഷൻ്റെ രീതി. ഇനി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. എ ഫംഗ്ഷണൽ ഈസ് ഡിഫറൻറ്റ്. ഇപ്പോൾ ഫംഗ്ഷൻ എന്ന് വ്യത്യസ്തമാണ് ഫംഗ്ഷണൽ. എ ഫംഗ്ഷണൽ ഈസ് ഡിഫറൻറ്റ്. ഇറ്റ് ടേക്സ് എൻ്റയർ ഫംഗ്ഷൻ ആസ് ഇൻപുട്ട്. ആ ഫംഗ്ഷൻ തന്നെ ഇൻപുട്ടായിട്ട് എടുക്കുകയാണ്. അതിലെ ഒരു വേരിയബിൾ എക്സ് ഈസ് ഈക്വൽ 2 എന്ന് കൊടുക്കുകയില്ല, മറിച്ച് ഫംഗ്ഷൻ തന്നെ ഇൻപുട്ടായിട്ട് എടുക്കുകയാണ്. ഇറ്റ് ടേക്സ് ആൻ എൻ്റയർ ഫംഗ്ഷൻ ആസ് ഇൻപുട്ട് ആൻഡ് റിട്ടേൺസ് എ സിംഗിൾ നമ്പർ. അപ്പോൾ ഫംഗ്ഷൻ തന്നെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട്, ഒരു സിംഗിൾ നമ്പർ തരും. തിങ്ക് ഓഫ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അതിന് വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. എ കോമൺ വേ functionals are expressed these as different integrals
ഇൻവോൾവിങ് എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ അതിനകത്ത് നമ്മൾ ഫംഗ്ഷനും കൊടുക്കും, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും കൊടുക്കും. ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഫംഗ്ഷനൊപ്പം അതിൻ്റെ ഡെറിവേറ്റീവും ചേർത്തുള്ള ഒരു എക്സ്പ്രഷനാണ് മിക്കവാറും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫോമിലാണ് എഴുതുന്നത്. എക്സാമ്പിൾ, നമുക്ക് ഒരു ഫംഗ്ഷണൽ കാണുന്ന രീതി ഒന്ന് പറയാം. കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഈ ജിയോഡിസിക്ക് പ്രോബ്ലം പറയുകയാണ്. ജിയോഡിസിക്ക് നിങ്ങൾ കേട്ട് കാണും. കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് the shortest path between 2 points. If you have 2 points x1, y1 and x2, y2, there are infinitely many curves that connect them. ഇപ്പോൾ 2 പോയിന്റ് വിചാരിക്കുക. ഒന്നാമത്തെ പോയിന്റ് x1, y1 എന്നും രണ്ടാമത്തെ പോയിന്റ് x2, y2 എന്നും നമ്മളൊരു പ്ലെയിനിൽ വിചാരിച്ചാൽ ആ 2 ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലൈനല്ല, അനേകം കർവുകൾ നമുക്ക് വിചാരിക്കാവുന്നതാണ്. The length of each curve can be calculated using an integral. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റ് തമ്മിൽ വിചാരിക്കുന്ന അനേകം കർവുകൾക്ക് ഒരു ഇൻ്റഗ്രൽ പ്രത്യേകം ഇൻ്റഗ്രൽ കൊടുക്കുക. ഓരോ കർവിനും ഓരോ ഇൻ്റഗ്രൽ കൊടുക്കുക. ദിസ് ഇൻ്റഗ്രൽ വിച്ച് ടേക്സ് എ കർവ് എ ഫംഗ്ഷൻ ഓഫ് yx. ദിസ് ഇൻ്റഗ്രൽ വിച്ച് ടേക്സ് എ കർവ് എ ഫംഗ്ഷൻ y as its input and gives a numerical length as its output is a functional. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷണൽ വിചാരിച്ചാൽ, ഫംഗ്ഷനും ഡെറിവേറ്റീവും ചേർന്ന ഫംഗ്ഷണൽ വിചാരിച്ചാൽ അത് നമുക്ക് തരുന്നത് ഒരു നമ്പർ ഔട്ട്പുട്ടായിരിക്കും. ഹിയർ LY ലെങ്തിൻ്റെ ഒരു നൊട്ടേഷനാണ്. ലെങ്ത് കണ്ടുപിടിക്കുക, 2 പോയിന്റ് തമ്മിലുള്ള ലെങ്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫോമിലാണ് എഴുതുന്നത്. നോക്കുക, a functional Ly is given by integral x1 to x2, definite integral form. x1 to x2 root of 1 plus y dash square dx. ഇവിടെ ഡാഷ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ y is a function of x, അതുകൊണ്ടാണ് എക്സ് അവിടെ ചേർത്തിരിക്കുന്നത്. സോ ലെങ്ത്, ഇത് ലെങ്ത് ഫംഗ്ഷൻ Ly, ഫങ്ഷണൽ Ly is equal to integral x1 to x2 root of 1 plus y dash square root over dx. അപ്പോൾ y dash എന്ന് മാത്രം വിചാരം മതി. y is ഫംഗ്ഷൻ ഓഫ് എക്സ്, അത് എല്ലായിടത്തും എക്സിൻ്റെ ഫംഗ്ഷനാണ് y എന്ന് കാണിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാം, L is equal to that is ഫംഗ്ഷൻ ഓഫ് y integral x1 to x2 root of 1 plus y dash x square. So L is equal to integral x1 to x2 root of 1 plus y dash square dx, where Ly is the functional representing the arc length, and it takes the function yx and its argument, its derivative y dash. Then comes the problem of optimization. Optimization means extremization, that is finding maxima or minima. The core problem is in the calculus of variations is to find the function y that makes the function functional Iy, that is integral Ly, or we can write Iy for any common problem, any other problem we can write instead of Ly Iy. The core problem in the calculus of variations is to find function yx that makes the functional Iy, that is often written with the square brackets. ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ y കൊടുക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ്. Iy often written with the square brackets to denote a functional Iy reach its maximum or minimum value. These optimizing functions are called extremizing functions. These optimizing functions are called extremizing functions. Now we can see what is the application of a Euler-Lagrange equation in calculus of variation. The Euler-Lagrange equation are the key to solving variational problems. Variational problem solve ചെയ്യാൻ നമ്മൾ Euler-Lagrange equation ആണ് അപ്ലൈ ചെയ്യുന്നത്.
Just as in ordinary calculus, we set the derivative. We set the derivative of a function to 0 to find its critical points. In the calculus of variations, we use special equation called the Euler-Lagrange equation to find the functions that extremize a functional. ഇപ്പോൾ ഫങ്ഷണൽ മാക്സിമം ഓർ മിനിമം അതാകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ആ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് Euler-Lagrange equation. That we can see once again. For a function of the form iy or ly is equal to integral x1 to x2 function of x y dash dx. Function of x y dash dx. Y and y dash are functions of x. That is why it is written in that manner. I is equal to, I is a function of y. I is equal to integral x1 to x2 f of x y dash dx, where f is some given function. The Euler-Lagrange equation is, then the Euler-Lagrange equation is നമ്മൾ പഠിച്ച ഇക്വേഷൻ ഡോ എഫ് ഡോ വൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈസ് ഇക്വൽ ടു 0. And this is the Euler-Lagrange equation. Dou f by dou y minus d by dx of dou f by dou y dash is equal to 0. Solving this, our differential equation gives the function y that extremizes the functional. Then how it differs from ordinary calculus? അപ്പോൾ ഈ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണ് ഓർഡിനറി കാൽക്കുലസിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കുക. ഇൻപുട്ട്. Ordinary calculus deals with the functions of variables. Calculus of variations deals with the functionals of functions or function of function. Output. Both aim to find extrema, maxima or minima. രണ്ട് കേസിലും നമ്മൾ മാക്സിമ മിനിമ കണ്ടുപിടിക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത്. Method. Ordinary calculus uses the derivatives to find the critical points. Calculus of variations uses the Euler-Lagrange equation, which is derived from considering variations in the input function. Variations means small changes. Ordinary calculus uses derivatives to find the critical points. സാധാരണ കാൽക്കുലസിൽ നമ്മൾ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കും. കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് യൂസ് Euler-Lagrange equation. കാൽക്കുലസ് ഓഫ് വേരിയേഷൻ Euler-Lagrange equation ഉപയോഗിക്കും. ഇൻഡ്യൂറ്റീവ് അനാളജി ഇത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണ്. ഇൻഡ്യൂറ്റീവ് അനാളജി. ഇമാജിൻ യു ആർ ട്രൈങ് ടു ഫൈൻഡ്, അത് വി ആർ കേട്ടോ. ഇമാജിൻ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദ ഹൈസ്റ്റ് പോയിൻറ്റ് ഓൺ എ മൗണ്ടൻ. ഒരു മൗണ്ടനിൽ രണ്ട് പോയിൻ്റ് തമ്മിലുള്ള ദൂരം നമ്മൾ കണ്ടുപിടിക്കുന്നതായിട്ട് കരുതുക. In ordinary calculus, we have to analyze the height at individual points. In the calculus of variation, it is like trying to find the path that gives you the lowest average. അപ്പോൾ കാൽക്കുലസ് ഓഫ് വേരിയേഷനിൽ നമ്മൾ ഒരു പാത്താണ് കണ്ടുപിടിക്കേണ്ടത്, പാത്തിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നേരെ മറിച്ച് ഓർഡിനറി കാൽക്കുലസിൽ രണ്ട് പോയിന്റ് തമ്മിൽ അകലെ കണ്ടുപിടിക്കും. ഇവിടെ എന്ത് ചെയ്യും? ഇൻ ദ കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് ഇറ്റ് ഈസ് ലൈക്ക് ട്രൈങ് ടു ഫൈൻഡ് ദ പാത്ത് ദാറ്റ് ഗിവ്സ് യു ദ ലോവസ്റ്റ് ആവറേജ്. ലോവസ്റ്റ് ആവറേജ് തരുന്ന പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. Lowest average elevation over a given distance or the path that minimizes the total energy expended to go from one point to another. അതായത് പാത്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാനുള്ള ലോവസ്റ്റ് എനർജി ഇക്വേഷൻ കണ്ടുപിടിക്കണം. വി ആർ നോട്ട് ജസ്റ്റ് പിക്കിംഗ് എ സിംഗിൾ പോയിന്റ് ബട്ട് ആൻ എൻറ്റയർ പാത്ത് ഓർ കർവ്. ഇപ്പോൾ കാൽക്കുലസ് വേരിയേഷനിൽ നമ്മൾ സിംഗിൾ പോയിന്റ് ചൂസ് ചെയ്യത്തില്ല, ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് അല്ല ചൂസ് ചെയ്യുന്നത്, മറിച്ച് എൻറ്റയർ പാത്ത് ഓർ കർവാണ് ചൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ്. The calculus of variations has produced applications
അക്രോസ് വേരിയസ് ഫീൽഡ്സ്, വ്യത്യസ്തമായ മേഖലയിൽ കാൽക്കുലസ് വേരിയേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻ ഫിസിക്സ്, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കാൽക്കുലസ് വേരിയേഷൻ ഇൻ ഫിസിക്സ്? ഫിസിക്സിൽ എന്താണ് ആപ്ലിക്കേഷൻ എന്ന് നോക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ലിസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിളിൽ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിലും ഹാമിൽട്ടോണിയൻ മെക്കാനിക്സിലുമാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിസ്റ്റ് ആക്ഷൻ വരുന്നത്. മെനി ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ഫിസിക്സ് ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ് ടു ക്വാണ്ടം ഫീൽഡ് തിയറി ക്യാൻ ബി formulated as variational principle. Systems tend to evolve along paths that minimizes a quantity called action. അപ്പോൾ ആക്ഷൻ കണ്ടുപിടിച്ച്, ആക്ഷൻ ഇൻ്റഗ്രൽ നമുക്കറിയാം, ആക്ഷൻ കണ്ടുപിടിച്ചിട്ടാണ് ഈ മാക്സിമം മിനിമം കണ്ടുപിടിക്കുക, എക്സ്ട്രീമം കണ്ടുപിടിക്കുക. ദീസ് ലീഡ്സ് ടു ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇത് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ എത്തിച്ചേരും അങ്ങനെ ചെയ്താൽ. നൗ കംസ് ദ ജിയോഡെസിസ് പ്രോബ്ലം. Finding the shortest path between 2 points on a curved surface, that is, the shortest flight path between 2 cities on earth which follows a greater circle. അപ്പോൾ 2 പോയിൻ്റ് തമ്മിലുള്ള അകലം, 2 പോയിൻ്റ് തമ്മിലുള്ള ഒരു കർവ്ഡ് സർഫസിൽ 2 പോയിൻ്റ് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ, ആ ജിയോഡെസിക് പ്രോബ്ലം പഠിക്കാൻ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. In optics, Fermat's principle, there is a famous principle in optics called Fermat's principle. Light travels along the path that takes the least time. That is the Fermat's principle. Minimal surfaces. Finding the shape of the superfilm stretched between 2 wires. 2 വയർ തമ്മിൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ. In mathematics, differential geometry, studying the properties of curves and surfaces. Partial differential equations. Many partial differential equations, PDEs, can be derived from the variational principles. And these are the important questions from this. All are short answer questions. No special type of essay questions here. All are short answer questions from this class. They are briefly explain the method of calculus of variations. What is functional in calculus of variations? What is the meaning of problem of optimization? State a Euler-Lagrange equation. Euler-Lagrange equation is a repeated question. Derivation is also important. That we study in other class. State a Euler-Lagrange equation. How does calculus of variations differ from ordinary calculus? Mention a few applications of calculus of variation. Mention a few applications of calculus of variation. So we have seen it is applied in physics, in optics, in mathematics, in many fields, many topics. This calculus of variation is applied. That is all with your class number 13. We continue. Thank you very much.